നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ CBI വരുമോ? ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മോഷണത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടെന്ന് ഹൈക്കോടതിക്ക് തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കേസന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ചേക്കാം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം സംജാതമായി വരികയാണ്. സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിദേശ ബന്ധങ്ങളുണ്ടെന്നും വിദേശത്തെ പുരാവസ്തുക്കൾ വിദേശത്തേക്ക് കടത്തി കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന സംഘത്തിൻ്റെ പങ്ക് ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ ഉണ്ടെന്നുമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇത് തന്നെ നേരത്തെ ഹൈക്കോടതി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തല SITക്ക് മുന്നിൽ കൊടുത്ത മൊഴിയിലും ഇങ്ങനെ ഒരു വ്യവസായി തന്നോട് ഇത് പറഞ്ഞുവെന്നും, വിദേശത്തെ പ്രമുഖനായ ഒരു മലയാളി വ്യവസായി ഇക്കാര്യം പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് തന്നോട് പറഞ്ഞുവെന്നും, അതുകൊണ്ട് ആ വ്യവസായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുന്നിൽ മൊഴി തരാൻ തയ്യാറാണെന്നും അദ്ദേഹം SITക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ആ വ്യവസായി വരികയും അയാൾ മൊഴി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൂടുതൽ ഈ വിഷയം അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വലിയൊരു മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് ഉണ്ടായതെന്നുള്ള സൂചന ശക്തമായത്. ഹൈക്കോടതിക്കും ഏതാണ്ട് ഇതിനെക്കുറിച്ച് രൂപമുണ്ട്. എന്നാൽ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ കേരളത്തിലെ പോലീസിന് കഴിയില്ല എന്ന് നമുക്കറിയാം. അത് കേന്ദ്ര ഏജൻസികൾ തന്നെ വേണം. ഇന്റർപോളുമായി അത്തരത്തിൽ ബന്ധമുള്ള ഇന്ത്യയിലെ അന്വേഷണ ഏജൻസി CBI ആണ്. CBI വന്നാൽ മാത്രമേ സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ച് അറിയാനും അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലൊരു ഗൂഢാലോചന ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാനും സാധിക്കുകയുള്ളൂ. ഇന്ത്യയുടെ നിയമം അനുസരിച്ച് CBIക്കല്ലാതെ ഇന്ത്യക്ക് വെളിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ മറ്റൊരു ഏജൻസിക്കും കഴിയില്ല. എന്നാൽ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്താരാഷ്ട്ര പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തിൻ്റെ കൈകളുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സംശയിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടാനുള്ള സാധ്യത വളരെ അധികമുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി 3 ആഴ്ച കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് സമയമുണ്ട്. 3 ആഴ്ച കൂടി കഴിഞ്ഞാൽ സമ്പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് ഈ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കണം. എന്നാൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ ചില സർക്കാർ സ്വാധീനങ്ങൾ ഉണ്ടെന്നുള്ള പരാതിയും ആരോപണങ്ങളും ഉയർന്നു വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ കീഴിലാണെങ്കിലും അവരെ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ചില ഉന്നത IPS ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നും, ആ IPS ഉദ്യോഗസ്ഥർ കേരള സർക്കാരുമായി അടുപ്പമുള്ളവരാണെന്നും ചില സൂചനകളും ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ CBI പോലൊരു കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലെ യഥാർത്ഥ വസ്തുതകളും സത്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ കഴിയൂ എന്നിരിക്കെ ഹൈക്കോടതി ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടാക്കാം എന്നുള്ളൊരു സൂചനയും ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഹൈക്കോടതി ഇപ്പോൾ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ തങ്ങൾ തൃപ്തരല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഹൈക്കോടതിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതും അവരോട് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ ആവശ്യപ്പെട്ടതും. പക്ഷേ ഈ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന മെല്ലപ്പോക്കിനെതിരെ അവസാനം ഹൈക്കോടതിക്ക് തന്നെ നാവനക്കേണ്ടി വന്നു. ഹൈക്കോടതി തന്നെ അവരെ വിമർശിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പോൾ ആരുടെയൊക്കെ സമ്മർദ്ദത്തിന് ഈ പ്രത്യേക അന്വേഷണ സംഘം വഴങ്ങുന്നുവെന്ന് ഒരുപക്ഷെ ഹൈക്കോടതിക്ക് തോന്നിയിട്ടുണ്ടാകാം. ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഈ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ഹൈക്കോടതിക്ക് സംശയമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികൾ വന്നാൽ മാത്രമേ ഈ ഒരു സ്വർണ്ണപ്പാളി മോഷണം കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, വിദേശ മാഫിയകൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നൊക്കെ അറിയാൻ കഴിയണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം അനിവാര്യമാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഈ 3 ആഴ്ച കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഹൈക്കോടതിയും ആ വഴിക്ക് ചിന്തിച്ചേക്കാമെന്ന് ചില നിയമവിദഗ്ധർ പറയുന്നുണ്ട്.